ഹൃദയപൂർവം ഭാഗം 74. എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അവളെയും കൊണ്ട് കൂടെ പോകാം എന്ന് കരുതിയിട്ടാണ്. തറവാട്ടിലേക്ക് കൊണ്ടുപോകാതെ അവളെ എവിടെയെങ്കിലും നിർത്തിയാൽ മതിയല്ലോ. ഇനി ദേവിക സ്കൂളിലാണെങ്കിൽ എനിക്ക് ഇവളെയും കൊണ്ടുപോയി കാണാലോ. അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിക്കാം എന്ന് കരുതിയത്. അപ്പോൾ നിനക്ക് ഇന്നലെ ഇത് അവളോട് പറയായിരുന്നില്ലേ? ഞാൻ എന്തായാലും നോക്കട്ടെ. അവളെ കൊണ്ടുപോയാൽ ഒരു കണക്കിന് നല്ലതാണ്. ലക്ഷ്മിയെ പെട്ടെന്ന് കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കുക എന്ന് അറിയില്ല. അതുകൊണ്ടാണ് ലക്ഷ്മിയുമായിട്ടുള്ള ഫോണിലൂടെ ഉള്ള ഒരു സംസാരം നടത്തിയതിനു ശേഷം ലക്ഷ്മിയെ കൊണ്ടുപോകാം എന്ന് കരുതിയത്. അല്ലെങ്കിൽ ഞങ്ങൾ നേരിട്ട് പോയേനെ, മാധവ് പറഞ്ഞു. എന്തായാലും നിന്റെ പെണ്ണ് എഴുന്നേറ്റിട്ടുണ്ടോ എന്ന് ഞാൻ നോക്കട്ടെ, എന്നിട്ട് വിളിക്കാം. നീ ഇപ്പോ ഇറങ്ങുവോ? ഒരു 10 മിനിറ്റ് സമയം കൊണ്ട് റെഡിയായി വരികയാണെങ്കിൽ കൂടെ ഞാൻ കൊണ്ടുപോകാം, സന്ദീപ് പറഞ്ഞു. ഞാൻ നോക്കട്ടെ. ദേ അവള് വരുന്നുണ്ടല്ലോ, ഞാൻ കൊടുക്കാം എന്ന് പറഞ്ഞ് മാധവ് ഫോൺ ഗംഗയ്ക്ക് കൊടുക്കാനായി ചെന്നപ്പോഴാണ് അവളുടെ പുറകെ പടികൾ ഇറങ്ങി വരുന്ന ലക്ഷ്മിയെ കാണുന്നത്. ലക്ഷ്മിയെ കണ്ട മാധവ് അവളെ തന്നെ നോക്കി നിന്നു. ഓറഞ്ച് സാരിയാണ് അവൾ ധരിച്ചിരിക്കുന്നത്. അതിൽ ഗോൾഡൻ ബീഡ്സ് വർക്കും എല്ലാം ചേർന്ന ഒരു സാരിയാണ്. അവൻ അവളെ കണ്ണിമ വെട്ടാതെ നോക്കി നിന്നു. അപ്പോഴാണ് അവന്റെ അടുത്തേക്ക് ഗംഗ വരുന്നത്. പടികളിൽ ഏറ്റവും താഴെ നിന്നുകൊണ്ട് മാധവ് ലക്ഷ്മിയെ നോക്കി. അവന്റെ നോട്ടം കണ്ടാണ് ഗംഗ തിരിഞ്ഞു നോക്കിയത്. ലക്ഷ്മിയെ കണ്ടതും അവൾ മുന്നിൽ നിൽക്കുന്ന മാധവിനെ നോക്കി. അതെ സാറേ, സാറൊന്ന് മാറിയാൽ എനിക്ക് അങ്ങോട്ട് പോകായിരുന്നു, പടികളുടെ താഴെ വന്ന് ലക്ഷ്മിയെ നോക്കിക്കൊണ്ട് നിന്ന മാധവിനോട് പറഞ്ഞു. പെട്ടെന്ന് അവൻ അവളിൽ നിന്നുള്ള നോട്ടം മാറ്റിയതും അവന്റെ കയ്യിലെ ഫോൺ ഗംഗയുടെ നേർക്ക് നീട്ടി. സന്ദീപാണ്, നീ വിളിച്ചിട്ട് എടുക്കുന്നില്ല എന്ന് പറഞ്ഞു. എന്റെ ഫോൺ ഞാൻ രാവിലെ എഴുന്നേറ്റ് നോക്കുമ്പോൾ ഓഫായിരുന്നു, ചാർജറിൽ ഇട്ടിരിക്കുകയാണ്, അവൾ പറഞ്ഞു. സന്ദീപ് വിളിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് ഫോൺ നീട്ടി നിൽക്കുമ്പോഴും നോട്ടം ലക്ഷ്മിയുടെ അടുത്തേക്ക് തന്നെയായിരുന്നു. കയ്യിൽ ഫോണും വാങ്ങിക്കൊണ്ട് ഗംഗ പുറത്തേക്ക് പോയതും അവൻ ലക്ഷ്മിയെ തന്നെ നോക്കുന്നത് കണ്ടതും അവൾ പടികൾ ഇറങ്ങാതെ അവിടെ തന്നെ നിന്നു. അപ്പോഴാണ് അങ്ങോട്ട് മിത്രയും മനുവും വരുന്നത്. ഏട്ടാ, നിങ്ങൾ അമ്പലത്തിലേക്കാണെങ്കിൽ ഞങ്ങളെ കൂടി ഒന്ന് സ്കൂളിലാക്കി തരാവോ? മിത്ര ചോദിച്ചു. അപ്പോഴാണ് അവൾ പടികൾക്ക് മുകളിൽ നിൽക്കുന്ന ലക്ഷ്മിയെ കണ്ടത്. ഏട്ടാ, അടിപൊളിയായിട്ടുണ്ട് അല്ലേ? ഈ സാരി ഏട്ടത്തിക്ക് നന്നായിട്ട് ചേരുന്നുണ്ട്, മിത്ര പറഞ്ഞതും. അല്ലെങ്കിലും എന്റെ ഏട്ടത്തിക്ക് എല്ലാ സാരിയും എല്ലാ കളറും ചേരും, മനു പറഞ്ഞു. എന്താണ് മോന്റെ ഉദ്ദേശം? എന്തെങ്കിലും കാര്യം സാധിക്കാനുണ്ടോ? മിത്ര ചോദിച്ചതും ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ എന്ന് പറഞ്ഞ് അവൻ അവളുടെ തലയിൽ ഒന്ന് തട്ടി. ഞങ്ങൾ എന്തായാലും അമ്പലത്തിലേക്കാണ്, ഞങ്ങളാക്കി തരാം, പോയി ഭക്ഷണം കഴിച്ചിട്ട് വേഗം വാ, മാധവ് പറഞ്ഞതും രണ്ടുപേരും കൂടി വേഗം ഭക്ഷണം കഴിക്കാനായി പോയി. ആ സമയത്താണ് ഗംഗ അങ്ങോട്ട് വന്നത്. ഇത് പിടിച്ചേ എന്ന് പറഞ്ഞ് അവന്റെ നേരെ ഫോൺ നീട്ടി. ഞാൻ പെട്ടെന്ന് പോയി റെഡിയായിട്ട് വരാം. അപ്പോ നീ പോകുന്നുണ്ടോ? പോണം, എനിക്ക് ആ പെങ്കൊച്ചിനെ ഒന്ന് കാണണം എന്തായാലും, അവൾ പറഞ്ഞു. 10 മിനിറ്റ് സമയമേ തന്നിട്ടുള്ളൂ, അതുകൊണ്ട് വേഗം റെഡിയായിട്ട് വരാം എന്ന് പറഞ്ഞ് അവൾ വേഗം തന്നെ മുകളിലേക്ക് കയറിപ്പോയി. പോകുന്ന വഴിക്ക് ലക്ഷ്മി ചേർത്ത് പിടിച്ചു. അടിപൊളിയായിട്ടുണ്ട് കേട്ടോ എന്ന് പറഞ്ഞ് അവളുടെ കവളിൽ അമർത്തി ചുംബിച്ചതും മാധവ് ഡി എന്ന് പറഞ്ഞ് വിളിച്ചു. എന്താ മാധവേട്ടാ? ഞങ്ങളൊന്ന് ഉമ്മിച്ചു എന്ന് കരുതി മാധവേട്ടന്റെ ലക്ഷ്മിക്കുട്ടി അങ്ങ് ഉരുകി പോകത്തൊന്നുമില്ല. എന്തായാലും ഈ പെണ്ണിനെ ഒന്ന് സൂക്ഷിച്ചോ, ഓരോ ദിവസം ചെല്ലുന്തോറും ഭംഗി കൂടിക്കൂടി വരികയാണ്, ഗംഗ വിളിച്ചു പറഞ്ഞ് കേട്ടുകൊണ്ടാണ് അങ്ങോട്ട് സീതാമ്മ വരുന്നത്. സീതാമ്മയും അവളെ കണ്ടതും അവളെ നോക്കി. അപ്പോഴേക്കും അവൾ സീതാമ്മയുടെ അടുത്തേക്ക് വന്നു. പെട്ടെന്ന് എന്തോ ഓർത്തതുപോലെ അവളുടെ കയ്യിൽ പിടിച്ച് അടുക്കളയിലേക്ക് കൊണ്ടുപോയി. ഇതെങ്ങോട്ടാ? മാധവ് ചോദിച്ചു. ഒന്നും മിണ്ടാതെ അവളെ അടുപ്പിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി നിർത്തി. ഉപ്പും മുളകും എല്ലാം കൂടി ഉഴിഞ്ഞ് ഇടാൻ തുടങ്ങി. അത് കണ്ടു നിന്ന മാധവ് എണ്ണയും കൂടി ഇടണം, എനിക്കും കണ്ണു കിട്ടും, അവൻ പറഞ്ഞു. ഒന്ന് പോട ചെക്ക, നിനക്കല്ല എന്റെ മോൾക്കാണ് ദൃഷ്ടി കിട്ടുന്നത് എന്ന് പറഞ്ഞു സീതാമ്മ അവളെ ചേർത്ത് പിടിച്ചു. ഓ, മരുമകള് വന്നു കയറിയപ്പോ എന്റെ സ്ഥാനം തട്ടിയെടുത്തു അല്ലേ? ഇപ്പോ അമ്മയ്ക്ക് എന്നോടൊരു സ്നേഹവുമില്ല. പക്ഷേ അമ്മ ഒരു കാര്യം ഓർക്കണം, ഞാനുള്ളത് കൊണ്ടാണ് അമ്മയ്ക്ക് ഇയാളെ ഈ വീട്ടിലേക്ക് മരുമകളായി കിട്ടിയത്. ആ ഒരു ബഹുമാനവും നന്ദിയും എന്നോട് വേണം. അവൻ പറഞ്ഞത് കേട്ടതും ഓ സമ്മതിച്ചു, നിന്നോട് ബഹുമാനവും സ്നേഹവും എന്ത് വേണമെങ്കിലും ഞാൻ കാണിക്കാം. നീ ഇപ്പോ മോളെയും കൊണ്ട് അമ്പലത്തിലേക്ക് പോയിട്ട് വാ, സീതാമ്മ പറഞ്ഞു. അതെങ്ങനെയാ? ഇരുന്ന് കഴിക്കുന്ന 2 എണ്ണവും ഞങ്ങളുടെ കൂടെ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. 2 എണ്ണമല്ല, ഞാനുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് അപ്പോഴേക്കും സാന്ദ്രയും വന്നു. നീ ഇന്ന് സ്കൂളിൽ പോകുന്നുണ്ടോ? മാധവ് ചോദിച്ചു. പിന്നെ ഞാൻ പോകുന്നുണ്ട്. അപ്പൊ പിന്നെ ഇഷാനി അവളിവിടെ ഒറ്റയ്ക്കാകില്ലേ?
അപ്പോ ഗംഗയില്ലേ? സാന്ദ്ര ചോദിച്ചു. ഇല്ല, അവൾ പുറത്തേക്ക് പോവുകയാണ്. അമ്മ നിൽക്കുന്നത് കൊണ്ട് സന്ദീപിന്റെ പേര് മാധവ് പറഞ്ഞില്ല. ഗംഗമോള് എവിടെ പോകുന്നു? സീതാമ്മ ചോദിച്ചു. അത് അവരുടെ ഒരു ഷോപ്പ് ഇവിടെ തുടങ്ങണം എന്ന് പറഞ്ഞില്ലേ, അതിന്റെ ആവശ്യത്തിനായിട്ട് പോകുന്നതാണ്. മാധവ് പറഞ്ഞപ്പോഴാണ് ഗംഗ അങ്ങോട്ട് വന്നത്. എന്തു പറയാനായി വായ തുറക്കാൻ പോയ അവൾ അവിടെ സീതാമ്മയെ കണ്ടതും മാധവിനെ നോക്കി. നീ കാർ എടുക്കണ്ട, ഞാൻ നിന്നെ അവിടെ ആക്കി തരാം, മാധവ് പറഞ്ഞു. അപ്പോ അവൾക്ക് തിരിച്ചു വരണ്ടേ? സീതാമ്മ ചോദിച്ചു. അത് ഞാൻ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവളുടെ ഒപ്പം ഇങ്ങോട്ട് വന്നോളാം, ഗംഗ പറഞ്ഞു. എന്നാ പിന്നെ വേഗം വാ പിള്ളേരെ. ഭക്ഷണമെല്ലാം പാത്രത്തിലാക്കി ബാഗിൽ വെച്ചുകൊണ്ട് സീതാമ്മ സാരിയുടെ തലപ്പുകൊണ്ട് കയ്യിലുണ്ടായിരുന്ന വെള്ളം കുപ്പി തുടച്ച് അവരുടെ ബാഗിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. അച്ഛൻ എവിടെയാ അമ്മേ? മാധവ് ചോദിച്ചു. അച്ഛനും മാഷും കൂടി വാഴത്തോട്ടത്തിലേക്ക് പോയിട്ടുണ്ട്. അവിടെ ഏതൊക്കെയോ വാഴക്കുലകൾ മൂത്ത് നിൽക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ആദ്യത്തെ വാഴക്കുല ക്ഷേത്രത്തിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞതാണ്. അപ്പോ ഞാൻ വിചാരിച്ചു ലക്ഷ്മി മോളെ കൊണ്ട് ഒരു തുലാഭാരം നടത്താമെന്ന്. അതിനുവേണ്ടി നോക്കാൻ വേണ്ടി പോയതാണ്, സീതാമ്മ പറഞ്ഞു. അത് കേട്ടതും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞു. അത് കണ്ടതും മാധവ് അവളുടെ അടുത്തേക്ക് ചെന്നു. അവളെ ചേർന്ന് നിന്നു. ഈ പെണ്ണിനെ കരയാൻ ഓരോ കാരണങ്ങളാണല്ലോ എന്ന് പറഞ്ഞ് സാന്ദ്രയും അവളെ ചേർത്ത് പിടിച്ചു. അപ്പോഴാണ് ഗംഗയുടെ ഫോൺ റിങ് ചെയ്യുന്നത്. അത് കണ്ടതും അവൾ മാധവിനെ നോക്കി. കഴിഞ്ഞില്ലേ, വേഗം. അവളുടെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതും മാധവ് മിത്രയോടും മനുവിനോടും തിരക്ക് കൂട്ടി. അവർ രണ്ടുപേരും വേഗം ഭക്ഷണം കഴിച്ച് ഇറങ്ങിയതും എല്ലാവരും കൂടി മാധവിന്റെ കാറിനടുത്തേക്ക് നടന്നു. ലക്ഷ്മി കോ ഡ്രൈവിംഗ് സീറ്റിലേക്ക് ഇരുന്നു. മിത്രയും മനുവും സാന്ദ്രയും ഗംഗയും പുറകിലിരുന്നു. ഇഷാനി ചേച്ചിയെ കണ്ടില്ലല്ലോ? ലക്ഷ്മി ചോദിച്ചു. എന്നെ ഇന്ന് ഉച്ചയ്ക്ക് വിളിച്ചാൽ മതിയെന്ന് പറഞ്ഞ് രാവിലെ എഴുന്നേറ്റ് ഒരു ചായയും കുടിച്ചിട്ട് വീണ്ടും പോയി കിടന്നിട്ടുണ്ട്. അല്ല, രണ്ടുപേരും അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് ചെല്ലണം. അവിടെ അമ്മയും അച്ഛനും എന്തൊക്കെയോ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, സാന്ദ്ര പറഞ്ഞു. അവർ കുറച്ചു ദൂരം പോയതും കുറച്ചു മുന്നിലായി കിടക്കുന്ന സന്ദീപിന്റെ കാറ് കണ്ടതും മാധവ് കുറച്ചു മാറി കാറ് നിർത്തി ഗംഗയെ നോക്കി. ഇവിടെ വരാമെന്നാണോ പറഞ്ഞത് നിന്റെ കൂട്ടുകാരി? മാധവ് ചോദിച്ചതും അതെ എന്ന് പറഞ്ഞു ഗംഗ കാറിൽ നിന്നും ഇറങ്ങി. ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞ് അവൾ മാറി നിന്നതും മാധവ് കാർ എടുത്തുകൊണ്ട് പോയി. പോകുമ്പോൾ സന്ദീപിന്റെ കാറിനെ പാസ് ചെയ്ത് പോകുമ്പോൾ മാധവ് ഒന്ന് സന്ദീപിനെ നോക്കാനും മറന്നില്ല. സാന്ദ്രയെയും മിത്രയെയും മനുവിനെയും സ്കൂളിന്റെ മുന്നിൽ നിർത്തി അവർ അകത്തേക്ക് പോകുന്നത് കണ്ടുകൊണ്ട് മാധവ് കാർ എടുത്തു. അവർ പോയത് ചിങ്ങഞ്ചിറ ക്ഷേത്രത്തിലേക്കായിരുന്നു. അവിടെ ചെന്ന് നന്നായി തന്നെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നപ്പോഴും അച്ഛനും മാഷച്ചനും വാഴക്കുല എല്ലാം വെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഇനി പഴുത്തതിനു ശേഷം നമുക്ക് തുലാഭാരം നടത്താം, മാധവിന്റെ അച്ഛൻ പറഞ്ഞുകൊണ്ട് വാഴക്കുലകൾ ചാക്കിലാക്കി പത്തായപ്പുരയിലേക്ക് കൊണ്ടുപോയി വെച്ചു. നിങ്ങൾ അങ്ങോട്ട് ചെല്ല്, അവിടെ നിങ്ങൾക്കുള്ള ഭക്ഷണം റെഡിയാക്കി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് കുറെ നേരമായി, മാധവിന്റെ അച്ഛൻ പറഞ്ഞതും മാധവ് ലക്ഷ്മിയെയും ടീച്ചറമ്മയെയും മാഷച്ചന്റെയും അടുത്തേക്ക് പോയി. അപ്പോഴും ഇഷാനി എഴുന്നേറ്റിട്ടുണ്ടായിരുന്നില്ല. അവൾ എഴുന്നേൽക്കാൻ വൈകുമെന്ന് അറിയാവുന്നത് കൊണ്ട് ബാക്കി എല്ലാവരും ഭക്ഷണം കഴിച്ചു. പിന്നെ അവർ ചെന്നത് നവീനും ശോഭനാമയും വാങ്ങിയ ആ വീട് കാണാനായിരുന്നു. ലക്ഷ്മി ചെന്ന് ഇഷാനിയെ അതും പറഞ്ഞ് വിളിച്ച് എഴുന്നേൽപ്പിച്ചു. അത് പറഞ്ഞതും ഇഷാനി എഴുന്നേറ്റ് വന്നു. അവളെയും കൂട്ടിയാണ് അങ്ങോട്ട് പോയത്. അവിടെ ക്ലീനിങ് ആയിട്ട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്ത് അവിടെയെല്ലാം ചുറ്റി നടന്നു. ഇഷാനിക്ക് ആ വീട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പുറമേ നിന്ന് കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടായിരുന്നു അവൾ ആ വീട് കയറി കണ്ടത്. അവൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്നു. അങ്ങനെ ഉച്ച സമയമായതും അവർ അവിടെ നിന്നും തിരിച്ചു വരുമ്പോഴാണ് അവന്റെ ഫോണിലേക്ക് ഉദയന്റെ കോള് വരുന്നത്. എടാ, സന്ദീപ് വിളിച്ചോ? അവൻ ചോദിച്ചതും വിളിച്ചിട്ടില്ല, ഞാൻ അങ്ങോട്ട് വിളിക്കാമെന്ന് കരുതിയിരിക്കുകയായിരുന്നു. എന്തായി, കണ്ടോ ആവോ? എനിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. എങ്ങനെയായിരിക്കും ആ പെങ്കൊച്ചിന്റെ പ്രതികരണം എന്ന് ഓർത്തിട്ട് ഉദയൻ പറഞ്ഞു. ടെൻഷനൊന്നും ആകണ്ട, കൂടിപ്പോയാൽ കാണാൻ താല്പര്യമില്ല എന്ന് പറയും. അതിൽ കൂടുതൽ ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മാധവ് പറഞ്ഞു. അവന്റെ മുഖത്ത് ലക്ഷ്മി നോക്കുന്നുണ്ട്. എന്താ കാര്യമെന്ന് അവളോട് പറഞ്ഞിട്ടില്ല. ദേവികയോട് സംസാരിച്ചിട്ട് പറയാം എന്നാണ് എല്ലാവരും കരുതിയത്. അതുകൊണ്ട് സന്ദീപുമൊത്ത് കറങ്ങാൻ പോയിരിക്കുകയാണ് ഗംഗ എന്നാണ് അവൾ കരുതിയത്. ദേവിക വിശ്വനാഥൻ പഠിപ്പിക്കുന്ന ഈശ്വർ മഠം എന്ന സ്കൂളിന്റെ മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്നു സന്ദീപും ഗംഗയും. കുറച്ചു കഴിഞ്ഞാണ് അവരെ കാണാനായിട്ട് ദേവിക വരുന്നത്. സന്ദീപേട്ടാ, ആ വരുന്നതാണോ? അവരുടെ അടുത്തേക്ക് നടന്നു വരുന്ന ഒരു സാരി എടുത്ത ഒരു പെൺകുട്ടിയെ കണ്ട് ഗംഗ ചോദിച്ചു. അങ്ങോട്ട് നോക്കിക്കൊണ്ട് അതെ,
എന്ന് സന്ദീപ് പറഞ്ഞു. അയ്യോ, ഇത് നമ്മുടെ ലക്ഷ്മിയെ പോലെ തന്നെ ഒരു ഫോട്ടോസ്റ്റാറ്റ് കോപ്പിയാണല്ലോ. ഗംഗ പറഞ്ഞതും അവർ രണ്ടുപേരും സ്കൂൾ കാലം തൊട്ട് ഒരുമിച്ച് കളിച്ചു വളർന്നവരാണ്. ഊണും ഉറക്കവും എല്ലാം ഒരുമിച്ച് നടത്തിയവരാണ്. അപ്പോൾ ചെറിയൊരു രൂപസാദൃശ്യം ഉണ്ടാകും. അവൾക്ക് കേൾക്കാൻ പാകത്തിന് മാത്രമായിട്ട് സന്ദീപ് പറഞ്ഞു. അപ്പോഴേക്കും ദേവിക അവരുടെ അടുത്തേക്ക് വന്നു. സന്ദീപിനെ കണ്ടതും എന്താ എന്നെ കാണണമെന്ന് പറഞ്ഞത്? ഒരു പുഞ്ചിരിയോ ഒന്നുമില്ലാതെ ഗൗരവത്തിൽ സന്ദീപിനോട് ചോദിച്ചതും തനിക്ക് എന്നെ മനസ്സിലായോ? സന്ദീപ് ചോദിച്ചു. ഈശ്വരന്റെ അപ്പച്ചിയുടെ മകനല്ലേ? ദേവിക ചോദിച്ചതും അവൻ അടുത്ത് നിന്ന ഗംഗയെ നോക്കിക്കൊണ്ട് അതേ എന്ന് പറഞ്ഞു. പിന്നെ അവൾ നോക്കിയത് സന്ദീപിന്റെ അടുത്ത് നിൽക്കുന്ന ഗംഗയായിരുന്നു. അവളുടെ നോട്ടം മനസ്സിലായതുപോലെ ഗംഗ അവളുടെ മുഖത്തേക്ക് നോക്കി ചിരിച്ചു. എന്നാൽ യാതൊരു ചിരിയും ഇല്ലാതെ അവളെ തന്നെ ഒന്ന് നോക്കി ദേവിക. ഇത് ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയാണ്. സന്ദീപ് പറഞ്ഞതും ദേവികയുടെ നെറ്റി ചുളിഞ്ഞു. നിങ്ങളുടെ വിവാഹം കഴിഞ്ഞോ? അതിന് ആരും പറഞ്ഞു കേട്ടില്ല. ദേവിക ചോദിച്ചു. ആരും അറിഞ്ഞിട്ടില്ല. ഇഷ്ടം തോന്നി അങ്ങനെ താലി കെട്ടി കൂടെ കൂട്ടി. സന്ദീപ് പറഞ്ഞു. നല്ല കാര്യം. പക്ഷെ ആർക്കു വേണ്ടിയും ഉപേക്ഷിക്കില്ല എന്ന് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ തല പോയാലും ജീവൻ നഷ്ടപ്പെട്ടാലും ആ വാക്ക് തെറ്റിക്കരുത്, ദേവിക പറഞ്ഞു. അവളുടെ വാക്കുകളിൽ വല്ലാത്ത മൂർച്ചയുണ്ടായതായി സന്ദീപിനും ഗംഗയ്ക്കും തോന്നി. എന്റെ വീട് ശരിക്കും എറണാകുളത്താണ്. ഞാൻ ഒരു ബ്രൈഡൽ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. ഇപ്പോൾ ഞാൻ താമസിക്കുന്നത് സന്ദീപിന്റെ വീടിന്റെ അടുത്താണ്. അവിടെ എന്റെ അമ്മയുടെ സഹോദരന്റെ വീടാണ്. താൻ അങ്ങോട്ട് വന്നിട്ടുണ്ടോ? ഗംഗ ചോദിച്ചു. ഇല്ല എന്ന് മാത്രം പറഞ്ഞു. ഈ അടുത്ത് എന്റെ സഹോദരന്റെ വിവാഹമായിരുന്നു. വിവാഹ പെണ്ണിനെ ഒരുപക്ഷെ താൻ അറിയും, പേര് പറഞ്ഞാൽ. ഗംഗ അത് പറഞ്ഞതും ദേവികയുടെ നോട്ടം ഗംഗയിലേക്കായി. സരസ്വതിയുടെയും ബാലചന്ദ്രന്റെയും മകൾ ലക്ഷ്മി ബാലചന്ദ്രൻ. ഇപ്പോൾ അവൾ ലക്ഷ്മി മാധവാണ്. ഗംഗ പറഞ്ഞതും ദേവിക ഒന്ന് പിന്നേക്ക് വീഴാൻ പോകുന്നത് കണ്ടു. പെട്ടെന്ന് ഗംഗ അവളെ പിടിച്ചു. ലച്ചു. അവളുടെ വാക്കുകൾ ഇടറി. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. എന്റെ ലച്ചുവിനെ പറ്റിയാണോ നിങ്ങൾ പറയുന്നത്? അവൾ ചോദിച്ചു. പെട്ടെന്ന് ഗംഗ അവളുടെ കയ്യിലെ ഫോൺ എടുത്തു. അതിൽ വിവാഹിതയായി നിൽക്കുന്ന ഗംഗയുടെയും മാധവിന്റെയും ഫോട്ടോയും അവരുടെ കൂടെ താനടക്കം എല്ലാവരും നിൽക്കുന്ന ഫോട്ടോ കാണിച്ചു കൊടുത്തു. ആ ഫോൺ തട്ടിപ്പറിക്കും പോലെ വാങ്ങി അതിലേക്ക് തന്നെ നോക്കി. കണ്ണീരോടെ നിൽക്കുന്ന അവളെ കണ്ടതും സന്ദീപിനും ഗംഗയ്ക്കും വല്ലാത്ത സങ്കടം തോന്നി. അവള് സന്തോഷത്തിലാണല്ലേ? അവളുടെ മുഖം കണ്ടാൽ അറിയാം എന്റെ ലച്ചു സന്തോഷത്തിലാണെന്ന്. ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കാൻ യോഗ്യതയുള്ള പെണ്ണ് എൻ്റെ ലച്ചുവാണ്. അത്രയും പറഞ്ഞതും ദേവിക ബോധം മറിഞ്ഞ് ഗംഗയുടെ ദേഹത്തേക്ക് വീണു. അയ്യോ സന്ദീപേടാ! പെട്ടെന്ന് ഗംഗ വിളിച്ചതും സന്ദീപും അവളെ താങ്ങി പിടിച്ചു. സന്ദീപേടാ, കാറിൽ വെള്ളമുണ്ട്, എടുത്തിട്ട് വാ. ഗംഗ പറഞ്ഞതും സന്ദീപ് വേഗം കാറിനടുത്തേക്ക് ചെന്നു. വേഗം വെള്ളവുമായിട്ട് തിരിച്ചു വന്നു. വെള്ളമെടുത്ത് കുറച്ച് അവളുടെ മുഖത്തേക്ക് തളിച്ചു. അല്പസമയത്തിന് ശേഷം അവൾ പതിയെ കണ്ണു തുറന്നു. അവൾ കണ്ണു തുറന്നപ്പോഴാണ് സന്ദീപിനും ഗംഗയ്ക്കും ആശ്വാസമായത്. ഇപ്പോ എങ്ങനെയുണ്ട്? ഗംഗ ചോദിച്ചു. ഒന്നും മിണ്ടാതെ അപ്പോഴും ഗംഗയുടെ മുഖത്തേക്ക് തന്നെ നോക്കി അവളുടെ നെഞ്ചിലേക്ക് ചാരിയിരിക്കുകയായിരുന്നു ദേവിക. എനിക്കൊരു പ്രാവശ്യം കാണാൻ പറ്റുമോ? എൻ്റെ ലച്ചുവിനെ ഒരേ ഒരു പ്രാവശ്യം. അവളെ കാണാൻ വേണ്ടിയാ ഞാനിന്നും ജീവനോടെ ഇരിക്കുന്നത്. ദേവിക അത് പറഞ്ഞതും ഗംഗയും സന്ദീപിനും ഒരു ഞെട്ടലായിരുന്നു. അവളും തന്നെ കാണാൻ കാത്തിരിക്കുകയാണ്. ഒരുപാട് സങ്കടപ്പെടാറുണ്ട് തൻ്റെ കാര്യം പറഞ്ഞ്. ഒരു ദിവസമെങ്കിലും തൻ്റെ പേര് പറയാതെ അവൾ ഇരുന്നിട്ടില്ല. അത്രയ്ക്ക് തന്നെ സ്നേഹിക്കുന്നുണ്ട് ഞങ്ങളുടെ ലക്ഷ്മി. അതുകൊണ്ടല്ലേ തന്നെ അന്വേഷിച്ച് ഞങ്ങൾ ഇവിടെ എത്തിയതും, ഗംഗ പറഞ്ഞു. അവള് ശരിക്കും എന്നെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പിന്നല്ലാതെ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. ഞങ്ങളുടെ മാധവേട്ടൻ തൻ്റെ നാട്ടിൽ വന്ന് അന്വേഷിച്ചിട്ടുണ്ടായിരുന്നു, തന്നെക്കുറിച്ചും ലക്ഷ്മിയെക്കുറിച്ചും. അത് കഴിഞ്ഞ് ഒന്നും നോക്കിയില്ല, മാധവേട്ടൻ തൻ്റെ ലച്ചുവിനെ അങ്ങ് കെട്ടി. ഇപ്പൊ വിവാഹം കഴിഞ്ഞിട്ട് 2 ദിവസമായിട്ടുള്ളൂ. അപ്പോഴേക്കും മാധവേട്ടൻ പറഞ്ഞു അവൾ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് ദേവികയാണ്. അവളുടെ മുന്നിൽ മാധവേട്ടന് ദേവികയെ നിർത്തി കൊടുക്കണമെന്ന്. അങ്ങനെ അന്വേഷിച്ചു വന്നതാണ് ഞങ്ങൾ.
അപ്പോഴാണ് സന്ദീപ് ഇങ്ങനൊരു റിലേഷന്റെ കാര്യം പറയുന്നത്. എന്നാ പിന്നെ ആ വഴിക്ക് ആകാമെന്ന് കരുതി അങ്ങനെയാണ് ഞാനുമായിട്ട് വന്നത്. ഇനി തനിക്ക് എങ്ങനെയാണ് താൻ ലക്ഷ്മിയോട് പ്രതികരിക്കുക എന്നുള്ളൊരു ചെറിയ ഭയം കാരണമാണ് അവളെ ഞങ്ങൾ കൂട്ടാതിരുന്നത്. പക്ഷേ താൻ കാണണമെന്ന് പറഞ്ഞ ആ നിമിഷം അവളെയും കൊണ്ട് മാധവേട്ടൻ ഇവിടെ എത്തും. ഗംഗ പറഞ്ഞു, ഇങ്ങോട്ട് വരണ്ട. ഒരു നിമിഷം പോലും സമയം പാഴാക്കാതെ തന്നെ ദേവിക പറഞ്ഞു. അവളുടെ മുഖത്ത് അപ്പോൾ പരിഭ്രമമായിരുന്നു. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.